കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് പുതിയ ഉണർവും കരുത്തുമായി വിദേശ രാജ്യങ്ങളിലെ യുവജന വിഭാഗത്തെ ഒരുക്കുന്നത്. OICC ഇൻഗാസ് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് വിംഗ് വിഭാഗത്തെ ഇനി കൂടുതൽ ശക്തിപ്പെടുത്തും. ഇതു സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ദുബായിൽ നടത്തിയെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റും വടകര MP-യുമായ ഷാഫി പറമ്പിൽ ദുബായിൽ പറഞ്ഞു. ഇൻഗാസ് യൂത്ത് വിംഗിന്റെ പ്രവർത്തനങ്ങളും ഇൻഗാസിന്റെ പ്രവർത്തനങ്ങളും ഇനി രണ്ട് വഴിക്കായി കാണാൻ KPCC ആഗ്രഹിക്കുന്നില്ല. ഒന്നിന് ബദലായും ഒന്നിന് പകരമായും പ്രവർത്തിക്കുന്നത് കാണാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രണ്ടും പ്രസ്ഥാനത്തെ മാതൃപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ, പ്രവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ, ഈ നാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇടപെടൽ നടത്താൻ. അതുകൊണ്ട് തന്നെ ഇൻഗാസ് എന്ന് പറയുന്ന മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് വേറെ ഡയറക്ഷനിലല്ല ഇനി യൂത്ത് വിംഗ് പ്രവർത്തിക്കുക. ഇൻഗാസും യൂത്ത് വിംഗും ഒരുമിച്ച് തന്നെ ഇവിടുത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും. കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനെ എങ്ങനെയാണോ കോൺഗ്രസ് പാർട്ടി ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ ഇനി ഇൻഗാസ് യൂത്ത് വിംഗിനെയും ചേർത്ത് പിടിക്കും. കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കുമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP കൂട്ടിച്ചേർത്തു. ഷാഫിയുടെ പുതിയ പ്രഖ്യാപനത്തെ കൈയടിച്ചും ആർപ്പ് വിളിച്ചുമാണ് യുവാക്കൾ ഏറ്റെടുത്തത്. ഇൻഗാസ് യൂത്ത് വിംഗിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഔദ്യോഗികമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതില് KPCCയുടെ ആരവുണ്ടാവും. ആ KPCCയുടെ അത്തരമൊരു തീരുമാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് ഇൻഗാസിന്റെ നേതൃത്വവുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാകും. ഇപ്പോ KPCC ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തെ കൂടെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഇനി രണ്ടല്ല ഒന്നായി തന്നെ മുന്നോട്ട് പോയാലേ പറ്റൂ. ഇൻഗാസ് യൂത്ത് വിംഗ് സംഘടിപ്പിച്ച യൂത്തോണം എന്ന പരിപാടിയിലാണ് ഷാഫിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം. ഇതിനായി ഇനി കേരളത്തിലും ഗൾഫിലുമായി തുടർ ചർച്ചകൾ നടത്തും. കേരള സർക്കാരുകൾക്കെതിരെ കടൽ കടന്നും ഇനി കരുത്തുറ്റ പോരാട്ടമാണ് ഇതിലൂടെ KPCC ലക്ഷ്യമിടുന്നത്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.